ഹലോ ഓൾ. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മളിതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നോക്കാം. സോ റൈറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് 0.00060320 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിഗ്നിഫിക്കൻറ്റ് ടേംസ് കണ്ടുപിടിക്കാൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂൾ നോക്കുന്ന സമയത്ത് എത്ര സീറോസ് ആണ് ഇവിടെ ഉള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ സീറോസും നോൺ സീറോ നമ്പേഴ്സും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നോൺ സീറോ ആയിട്ടുള്ള നമ്പേഴ്സ് എത്ര ഉള്ളത്? 6 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. 3 നോൺ സീറോ നമ്പേഴ്സ് ആണുള്ളത്, 6, 3 ആൻഡ് 2. ഇനി അതിന് മുൻപ് വരുന്ന നോൺ സീറോ നമ്പേഴ്സ്. ഓക്കെ, ഇതിന് മുൻപ് ഏതൊക്കെ നോൺ സീറോ നമ്പേഴ്സ് വരുന്നുണ്ടോ അതൊന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, സോറി, ഇതിന് മുമ്പ് ഏതൊക്കെ സീറോ നമ്പേഴ്സ് വരുന്നുണ്ടോ അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പം നോൺ സീറോ നമ്പേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന നമ്പറും ഓക്കെ അതിന് ശേഷം വരുന്ന നമ്പർ മാത്രമാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 60320 ഇത്രയും നമ്പേഴ്സാണ് അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ 1 2 3 4 5 അങ്ങനെയാണ് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A physical quantity P is related to 4 observables A, B, C and D as follows. P is equal to A cube B square by CD square. The percentage errors of the measurement in A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in quantity P? ഇപ്പോൾ പി നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് ഒബ്സർവബിൾ ലൈക്ക് എ ബി സി ഡി ആയിട്ടുള്ള റിലേഷൻ വെച്ചിട്ടാണ് അല്ലേ. അപ്പം നമ്മളിവിടെ എറർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ മാക്സിമം റിലേറ്റീവ് എറർ എന്നാണ് നമ്മൾ ഇതിനെ പറയുമ്പോൾ പിയുടെ എറർ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ബാക്കിയുള്ള വേരിയബിൾസ് അല്ല, ഒബ്സർവബിൾസ് അവിടെ തന്നിട്ടുണ്ടല്ലോ, എ ബി സി, അവരിൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് എറേഴ്സ് ഉള്ളത് എന്ന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആദ്യം എന്താണ് എയുടെ നോക്കുമ്പോൾ ഇവിടെ എത്രയാണ്? എ ബി സി ഡി ആസ് ഫോളോസ് ആർ എ ക്യൂബ് അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എയിൽ എത്രയാണ്? 1% ആണ് എറർ ഉള്ളത്. ക്യൂബാണ് ഇവിടെ ഓൾറെഡി തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു, ഓരോന്നിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ സെപ്പറേറ്റ് എഴുതുന്നില്ല, ഒരുമിച്ച് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ എ ക്യൂബ് ആയത് കാരണം 3 ഇൻറ്റു എന്തായിരിക്കും? ഡെൽറ്റ എ ബൈ എ. ദെൻ പ്ലസ് ഇവിടെ ബി സ്ക്വയർ ആണുള്ളത് അല്ലേ. സോ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, സി വന്നിട്ട് 1 ഉള്ളൂ, അപ്പോൾ 1 ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡി വന്നിട്ട് ഇവിടെ സ്ക്വയർ ഉണ്ട്, 2 ഉണ്ട്, അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. മനസ്സിലായില്ലേ? ഇതുവരെ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു എ ക്യൂബ് ബി സ്ക്വയർ ബൈ സി ഡി സ്ക്വയർ എന്നുള്ള ആ ഒരു ഫോം തന്നെയാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എറർ പെർസെൻറ്റേജസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ 1% ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് നെക്സ്റ്റ് 1 ഇൻറ്റു ഡെൽറ്റ സി എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ഡെൽറ്റ ഡി ഈസ് 2%. സോ 3 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 17%. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ബി 17% കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോം തന്നിട്ടുണ്ടാവും ഓൾറെഡി, അത് തമ്മിൽ റിലേഷൻ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. ആ റിലേഷൻ വെച്ചിട്ട് എറർ ഫൈൻഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ വാക്സ് ഇൻ എ സ്ട്രേറ്റ് റോഡ് ഫ്രം ഹിസ് ഹോം ടു മാർക്കറ്റ് 2.5 കിലോമീറ്റർ എവേ വിത്ത് എ സ്പീഡ് ഓഫ് 5 km/h. Finding the market closed, he instantly turns and walks back home with a speed of 7.5 km/h. What is the average speed? Average speed കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ടൈം അറിയണം
അല്ലേ? ഇവിടെ നമുക്ക് ടൈമിൻ്റെ ആൻസേഴ്സ് ആയിട്ട് ലൈക്ക് അവർ ക്വസ്റ്റ്യൻ്റെ ടൈമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നേരെ, റൈറ്റ്? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ടൈം പോവാൻ മാർക്കറ്റിലോട്ട് പോവാൻ എടുക്കുന്ന സമയവും മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വരാൻ എടുക്കുന്ന സമയവും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇൻ ദിസ് ഞാൻ 2 കേസ് ആയിട്ടാണ് കൊടുക്കുന്നത്, കേസ് 1 കേസ് 2 എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ഞാൻ T1 എടുക്കുന്നത് മാർക്കറ്റിലോട്ട് പോവാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണുള്ളത്? 2.5 കിലോമീറ്റർ ആണ് അല്ലേ? 2.5 കിലോമീറ്റർ. അപ്പോൾ 2.5 ഇവിടെ എത്രയാണുള്ളത്? 5 കിലോമീറ്റർ പെർ ഹവർ ആണ് സ്പീഡ്. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സോറി, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 2.5 by 5 which is equal to 0.5 hour. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈം T2 കണ്ടുപിടിക്കുവാണ്. T2 കണ്ടുപിടിക്കേണ്ട സമയത്തും സെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് സെയിം തന്നെ ആയിരിക്കും, തിരിച്ചു വരുന്നതും സെയിം ആയിരിക്കില്ലേ? മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോഴും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ഡിവൈഡഡ് ബൈ അവിടെ എടുത്തേക്കുന്ന സ്പീഡ് എത്രയാണ്? 7.5 ആണ്. അപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 7.5 എന്ന് പറയുമ്പോൾ 1/3 ആയിട്ട് എടുക്കാം. 1/3 ഓഫ് അവർ ആണ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പോൾ എത്ര എടുത്തിരിക്കുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.5 + 2.5 which is 5 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം എത്രയായിരിക്കും? ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 0.5 ഞാൻ 1/2 ആയിട്ട് എഴുതുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 1/2 + 1/3. അപ്പോൾ ഇത് എത്രയായിരിക്കും? 3 + 2/6 which is 5/6 hour. ഓക്കെ, 5/6 അവർ ആണ്. അപ്പോൾ ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 5 കിലോമീറ്റർ. സോ 5 ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 5/6 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി 6/5. സോ 5 ക്യാൻസൽ ആവും, റിമൈനിങ് 6 കിലോമീറ്റർ പെർ ഹവർ ആണ് നമുക്ക് ആവറേജ് ആയിട്ടുള്ള സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, നമുക്ക് ഒരു വെക്ടർ ഫോമാണ് കൊടുത്തേക്കുന്നത്. A + B is equal to A - B. What is angle between A and B അല്ലേ? അപ്പോൾ ഇതിൽ വെക്ടർ ജനറലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ diagonals of a parallelogram formed by vectors A and B are equal. Okay, ഇത് പാരലോഗ്രാമിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിൽ പാരലോഗ്രാമിൽ തന്നെ നമുക്ക് റെക്ടാങ്കിളിലാണ് ഈ ഒരു പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റെക്ടാങ്കിളിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി ആൻസർ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ A + Bയും A - Bയും തന്നിട്ടില്ലേ? അപ്പോൾ മോഡുലസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാത്തമാറ്റിക്കലി നമ്മളത് സ്ക്വയർ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ്, 1 second. ഓക്കെ, സോ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇവിടെ A + B അല്ല. അപ്പോൾ A + B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A² + B² + 2AB cos θ 1/2 ഉണ്ട് ഈസ് ഈക്വൽ ടു, അപ്പുറത്ത് മൈനസ് വരുന്നുണ്ട്. അപ്പോൾ A² + B² - 2AB cos θ all raised to 1/2. ഓക്കെ, ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ 2AB cos θ എന്ന് പറയുന്നുണ്ട് അല്ലേ? രണ്ട് സൈഡിലും 2AB cos θ 2AB cos θ വരുന്നതുകൊണ്ട് 4AB cos θ ആവും. സോ ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ആയിട്ട് പോകില്ലേ? A² എല്ലാം. സോ 4AB cos θ is equal to 0. നമുക്ക് ആവശ്യമുള്ളത് തീറ്റ ആണല്ലേ? അപ്പോൾ ബാക്കിയുള്ള ടേമിനൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4AB അങ്ങോട്ട് പോയാൽ അത് 0 തന്നെ ആയിരിക്കുമല്ലോ. സോ cos θ is equal to 0. cos θയുടെ വാല്യൂ 0 ആവണത് ഏതൊക്കെ വാല്യൂലാണ്? നമുക്ക് അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 90ലാണ് 0 വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഇങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഓൾറെഡി വെക്ടേഴ്സ് വരുന്ന സമയത്ത് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇതിൽ വരിക അല്ലേ? പാരലോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ആംഗിളിൻ്റെ പക്ഷേ കേസസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ആംഗിൾ A ആൻഡ് ആംഗിൾ B എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 90 ഡിഗ്രി ഓൺലി. നെക്സ്റ്റ് വൺ ഫിഫ്ത്ത് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്?
A ball is being rotated in a circle of radius 5 meter with a constant tangential velocity of 20 meter per second. A stone is also being rotated in a circle of radius 4 meter with a constant tangential velocity of 16 meter per second. Which of the following choices is true about both the circular motions? അപ്പോൾ രണ്ടിലും ഉള്ളതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിരിക്കുന്നത്? ഇവിടെ എല്ലാം ആംഗുലർ വെലോസിറ്റിയുടെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ആംഗുലർ വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ള ക്വാണ്ടിറ്റീസ് ഒന്ന് ആദ്യം എഴുതി നോക്കാം. സോ റേഡിയസ് തന്നിട്ടുണ്ട്, ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേ സ്റ്റോൺ നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ RS എന്ന് കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് 4 മീറ്റർ ആൻഡ് VS is equal to 16 meter square. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? V/R ആണല്ലേ. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ഓഫ് ബോൾ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? V20 ആണ്, R 5 ആണ്. അപ്പോൾ 20/5 വിച്ച് ഇസ് ഈക്വൽ ടു 4. ആൻഡ് നമ്മൾ സ്റ്റോണിൻ്റെ എടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 16 ആണ്. 16/4 വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ 4 തന്നെയാണ് ആൻസർ വരുന്നത്. അതുകൊണ്ടാണ് ആംഗുലർ വെലോസിറ്റി ഈക്വൽ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ റേഡിയസ് ആണ് ആംഗുലർ വെലോസിറ്റി. നെക്സ്റ്റ്, a body is initially at rest. It undergoes one-dimensional motion with constant acceleration. The power delivered to it at time t is proportional to. അപ്പോൾ ഇവിടെ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റിൽ ഉണ്ടായിരുന്ന ബോഡി എന്ന് പറയുമ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇപ്പോൾ റെസ്റ്റിൽ ഉണ്ടാവുന്ന ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതേപോലെ ഒരു ബോഡി റെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0 വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ u is equal to 0. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ if it undergoes one dimensional motion with constant acceleration കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ a is equal to constant, so v is equal to u plus at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 9th പഠിക്കുന്നതാ, 8th പഠിക്കുന്നുണ്ടോ? 9th ഈ ഇക്വേഷൻസ് പഠിക്കുന്നത്. v is equal to u plus at, v square is equal to u square plus 2as, s is equal to ut plus half at square എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്, മോഷന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ഇവിടെ നമ്മൾ v is equal to u plus at കൊടുക്കുമ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്, u ഇനീഷ്യൽ വെലോസിറ്റി ആണ്, a ആക്സിലറേഷൻ ആണ്, t ടൈം ആണ്. കാരണം ഇവിടെ ടൈമിനെ വെച്ചിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. u 0 ആണല്ലോ. അപ്പോൾ v is equal to നമുക്ക് എന്താ കിട്ടുക? a t എന്ന് ഇക്വേഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ ആക്സിലറേഷൻ വരുന്ന വേറൊരു ഫോർമുല നമുക്കറിയാം. ഏതാണ്? പവറിൻ്റെ അറിയാം, അതേപോലെ തന്നെ ഫോഴ്സിൻ്റെ അറിയാം അല്ലേ. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. അപ്പോൾ p ഇസ് ഈക്വൽ ടു fv അല്ലേ. എഫ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ma ആണ്. അപ്പോൾ ma ഇൻറ്റു v ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? at അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ma സ്ക്വയർ t. a സ്ക്വയർ a എന്ന് പറയുന്നത് ഇവിടെ കോൺസോ p ഇസ് ഈക്വൽ ടു ma സ്ക്വയർ t എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? പവറും ടൈമായിട്ടുള്ള റിലേഷൻ ആണല്ലേ. അപ്പോൾ ഇവിടെ പവർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t. സോ ആൻസർ ഇസ് ഓപ്ഷൻ D. നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. അപ്പോൾ 2 പ്ലാനറ്റ് ഉണ്ട്, A ഉണ്ട് B ഉണ്ട്. അപ്പോൾ അവരുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ റേഡിയസിൻ്റെ റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ അറിയേണ്ടത്? എസ്കേപ്പ് വെലോസിറ്റിയും ഈ റേഡിയസും ആക്സിലറേഷനും ആയിട്ട് എന്താണ് കണക്ഷൻ നമുക്ക് ആദ്യം അറിയണം അല്ലേ, എന്നാലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം എന്താണ് എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് മനസ്സിലാക്കണ്ടേ. എന്തായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി? വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? ഇതിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് മിനിമം സ്പീഡാണ്. ഓക്കെ, മിനിമം സ്പീഡ് ആൻഡ് ഒബ്ജക്റ്റ് മസ്റ്റ് റീച്ച് ടു
reach to break free from the gravitational pull of the planet and never fall back down. നമ്മൾ നോർമലി ഇപ്പോൾ ഒരു സാധനം വീഴുന്നതെല്ലാം എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ലൈക്ക് ഗ്രാവിറ്റേഷൻ അല്ലേ? അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ്റെ പുള്ള് ഇല്ലാതെ തന്നെ എന്താണ് അതിനെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് ആ ഒരു ബോഡിക്ക് എത്ര സ്പീഡ് വേണം, മിനിമം എത്ര സ്പീഡ് വേണം, അതാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുവാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടോ ഓൾറെഡി. ഒന്ന് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഗ്രാവിറ്റി. നമുക്കിവിടെ ആവശ്യമുള്ളത് ഏതാണ്? ഗ്രാവിറ്റിനെ ഉള്ളതാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു √2gr. ഓക്കെ, ഇതാണ് നമുക്ക് ആക്ച്വലി ഇതിൽ അറിയണ ഫോർമുല, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ നമുക്ക് ആവശ്യമുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കണേ? ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പ്ലാനറ്റിൻ്റെ ആണ് ഈ വാല്യൂ തന്നിട്ടുള്ളത്, എസ്കേപ്പ് വെലോസിറ്റി വാല്യൂസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജി നമുക്ക് എങ്ങനെ എടുക്കാം? ജി ഈസ് ഈക്വൽ ടു VE²/2r എന്ന് എഴുതാലോ. ഓക്കെ, കാരണം നമുക്ക് ഇതാണല്ലോ വേണ്ടത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ജി ഓഫ് എ ഓക്കെ ബൈ ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എയുടെ ഡിവൈഡഡ് ബൈ ബി, അങ്ങനെ ആയിരിക്കുമല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോ ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സോ VA/VB², കാരണം VE² ആണല്ലോ, അതുകൊണ്ട് നമ്മൾ നോർമലി VA² VB² തന്നെ എഴുതുവാണ്. ഇനിയിപ്പോൾ അങ്ങനെ എഴുതണ്ട, ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാനാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ ഫസ്റ്റ് VAയുടെ ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ VA², ഓക്കെ, VA²/2r അല്ലേ? 2r എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, ഞാൻ r എന്ന് കൊടുക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ, ഇനി VB ആണ്, അപ്പോൾ VB², ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും? 2RB. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരിക. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VA²/VB² ഇൻറ്റു RB/RA, കാരണം 2 ക്യാൻസൽ ആവുമല്ലോ, ബാക്കി റിമൈനിങ് RB ഡിവൈഡഡ് ബൈ RA എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അതിനകത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓൾറെഡി എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഷ്യോസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 1:2. അപ്പോൾ VA/VB എന്ന് പറയുന്നതാണ് 1:2 അല്ലേ? അപ്പോൾ VA²/VB² എന്ന് പറയുന്നത് VA/VB² ഈക്വൽ ആണല്ലോ. സോ GA/GB ഈസ് ഈക്വൽ ടു 1/2² ഇൻറ്റു റേഡിയസിൻ്റെ റേഷ്യോസും തന്നിട്ടുണ്ട്. എത്രയാണ്? 1:3 ആണ് A to B റേഷ്യോ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത്? B/A ആണല്ലോ, അപ്പോൾ അത് നമ്മൾ തിരിച്ചിടണം. ഓക്കെ, 3/1 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 വിച്ച് ഈസ് 3/4. അപ്പോൾ ഇവിടെ GA ഈസ് ടു GB റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3:4 ആയിരിക്കും. ഓക്കെ, സോ 3:4 ഇസ് റേഷ്യോ 3/4. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പാർട്ട് എ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് തൊട്ടുള്ള 8 തൊട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് ബി ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.